Hi all, welcome to Set Your Life with me. ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഡെയിലി ക്ലാസ് ഇടാൻ പറ്റാത്തത്. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് നമുക്ക് ചോസറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കിലേക്ക് കിടക്കാം. കാൻറ്റർബറി ടെയിൽസ്. ചോസറിൻ്റെ ലൈഫിൽ ഫ്രഞ്ച്, ഇറ്റാലിയൻ ആൻഡ് ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് പീരീഡിലാണ് ചോസർ കാൻറ്റർബറി ടെയിൽസ് എഴുതിയിരിക്കുന്നത്. മിഡിൽ ഇംഗ്ലീഷിലാണ്. 1387-1400 ഇടയിലാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഹാസ് ഓവർ 17,000 ലൈൻസ് ഉണ്ട്. അത്രയും വലിയ ഒരു വർക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് 24 സ്റ്റോറീസ്. 24 സ്റ്റോറീസാണ് ഇതിലുള്ളത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ മാഗ്നം ഓപ്പസ് ഓഫ് ചോസർ. ഒരു ചോസറിൻ്റെ മാസ്റ്റർ പീസായിട്ട് കൺസിഡർ ചെയ്യുന്ന വർക്കാണ്. ആൻഡ് ഇറ്റ് പോർട്രേസ് ഇംഗ്ലീഷ് സൊസൈറ്റി ആൻഡ് ചർച്ച്. ഒരു സെറ്റായർ പോലെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇംഗ്ലീഷ് സൊസൈറ്റി ആ ഒരു പീരീഡിൽ എങ്ങനെയായിരുന്നു, ചേർച്ചസ് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വർക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കാൻറ്റർബറി ടെയിൽസ് റിസംബിൾസ് ബൊക്കാഷ്യോസ് ഡീകാമറോൺ. ബൊക്കാഷ്യോയുടെ ഡീകാമറോൺ റിസംബിൾ ചെയ്യുന്ന ഒരു വർക്കാണ്. അതിൻ്റെ കുറച്ച് എലമെൻസൊക്കെ ഇതിലുണ്ട്. ഹീറോയിക് പെൻറ്റാമീറ്ററിലാണ് ചോസർ കാൻറ്റർബറി ടെയിൽസ് എഴുതിയിരിക്കുന്നത്. ചോസർ കാൻറ്റർബറി ടെയിൽസിന് ഒരു പ്രൊലോഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസ്. ആൻഡ് ഈ പ്രൊലോഗിലാണ് എന്തിനെക്കുറിച്ചാണ് കാൻറ്റർബറി ടെയിൽസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ഡീറ്റെയിൽസ് ഫുള്ളൊക്കെ പറയുന്നത് പ്രൊലോഗിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസ് ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദെയർ ജേർണി ആൻഡ് ഓൾ ഗാദേർഡ് ഇൻ ടാബേർഡ് ഇൻ ലണ്ടൻ. ലണ്ടനിലുള്ള ടാബേർഡ് ഇന്നിൽ ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസ് ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് 30 പിൽഗ്രിംസ് ആണ്. 29 പിൽഗ്രിംസ് പ്ലസ് നറേറ്റർ ആണ്. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റായിട്ടുള്ള ഹാരി ബെയ്ലിയും കൂടെയുണ്ട്. ദേ ആർ ഗോയിങ് ടു വിസിറ്റ് സെയിൻറ്റ് തോമസ് ബെക്കറ്റ്സ് ഷ്രൈൻ അറ്റ് കാൻറ്റർബറി. കാൻറ്റർബറിയിലുള്ള സെയിൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പിൽഗ്രിംസ് ലണ്ടനിലുള്ള ടാബേർഡ് ഇന്നിൽ ഗ്യാദർ ചെയ്തിരിക്കുന്നത്. സോ അവരുടെ വലിയ യാത്രയ്ക്കിടയിൽ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഹോസ്റ്റായിട്ടുള്ള ഹാരി ബെയ്ലിയാണ് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ് ഡ്യൂറിങ് ദെയർ ജേർണി ഓരോ പിൽഗ്രിമും 4 സ്റ്റോറീസ് വെച്ചിട്ട് പറയാം. പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസിൽ ചോസർ ഇൻട്രൊഡ്യൂസ് 30 പിൽഗ്രിംസ്. ബട്ട് ഇറ്റ് ഈസ് എൻ ഇൻകംപ്ലീറ്റ് വർക്ക്. കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് വർക്കാണ്. പ്രൊലോഗിൽ അദ്ദേഹത്തിന് 30 പിൽഗ്രിംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഓരോ ആളുകളും ഈ ഹോസ്റ്റായിട്ടുള്ള ഹാരി ബെയ്ലി പറഞ്ഞ പോലെ 4 സ്റ്റോറീസ് വെച്ച് പറയുമ്പോൾ 120 സ്റ്റോറീസ് ടോട്ടൽ ചോസർ ഇൻറ്റൻഡഡ് ടു റൈറ്റ്. ബട്ട് ആ 120 സ്റ്റോറീസ് അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയില്ല. ഓൺലി 24 സ്റ്റോറീസ് മാത്രമേ ചോസറിന് കാൻറ്റർബറി ടെയിൽസിൽ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം മരിച്ചു പോവായിരുന്നു. സോ പ്രൊലോഗിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രൊലോഗിൽ 30 പിൽഗ്രിംസ്, അവരുടെ ക്യാരക്ടറൈസേഷൻ, അതൊക്കെയാണ് പ്രൊലോഗിൽ വരുന്നത്. അപ്പോൾ എന്തായാലും 29 പിൽഗ്രിംസ് പ്ലസ് നറേറ്റർ അവരുടെ യാത്ര കാൻറ്റർബറിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. വൈൽ ഗോയിങ് ടു കാൻറ്റർബറി 2 സ്റ്റോറീസ്, തിരിച്ചു വരുമ്പം 2 സ്റ്റോറീസ്, അങ്ങനെ ഓരോ പിൽഗ്രിമും 4 സ്റ്റോറീസ് പറയാമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ആൻഡ് ദ ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ വിൽ ബി ഗെറ്റ് എ ഫ്രീ മീൽ അറ്റ് ടാബേർഡ് ഇൻ. ടാബേർഡ് ഇന്നിൽ വെച്ചൊരു ഫ്രീ മീൽ, അതാണ് ബെസ്റ്റ് സ്റ്റോറി ടെല്ലർക്ക് കിട്ടുന്ന റിവാർഡ്. സോ ഇതാണ് ടോട്ടലായിട്ട് ഒരു കാൻറ്റർബറി ടെയിൽസിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം. ഈ വീഡിയോയിൽ ഞാൻ
ഇമ്പോർട്ടൻറ്റ് ടെയിൽസിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഒരു ഔട്ട്ലൈൻ പോലെയാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഇനി പറയാൻ പോകുന്നത്. ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസിൽ 24 സ്റ്റോറീസ് ചോസർ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ 22 ഇൻ വേഴ്സ്, 2 ഇൻ പ്രോസ്. പാസൻസ് ആൻഡ് മെലിബി ഇവർ രണ്ടുപേരുടെയും ടെയിൽസാണ് പ്രോസിലുള്ളത്, ബാക്കിയൊക്കെ വേഴ്സിലാണ് ഉള്ളത്. ചോസർ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് എന്ന് പറയുന്നത് ടെയിൽ ഓഫ് സർ തോപ്പസും മെലിബി ടെയിലുമാണ്. കാൻറ്റർബറി ടെയിൽസിൽ ഫസ്റ്റ് പറയുന്ന ടെയിൽ നൈറ്റ്സ് ടെയിലാണ്, ലാസ്റ്റ് പാസൻസ് ടെയിലാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 പിൽഗ്രിംസ് ആണ്. 29 പിൽഗ്രിംസ് പ്ലസ് ചോസർ. ചോസറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 30 പിൽഗ്രിംസ് വരുന്നത്. പിന്നെ ഹോസ്റ്റ് കൂടെയുണ്ട്. പിന്നെ അവരുടെ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം കാനൺ സ്യോമനും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും 31 ആളുകളാണ് യാത്ര തുടങ്ങിയത്. 30 പിൽഗ്രിംസ് ഇൻക്ലൂഡിങ് ദ നറേറ്റർ പ്ലസ് ഹാരി ബെയ്ലി. ഇനി കാൻറ്റർബറി ടെയിൽസിൽ ചില പോയിൻറ്റ്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്ത് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്, അത് നോക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൻറ്റർബറിയിലുള്ള സെയിൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസ് അവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിൻറ്റ് തോമസ് ബെക്കറ്റ് മരിക്കുന്നത് 1170 കാൻറ്റർബറിയിലാണ്. അപ്പോൾ തോമസ് ബെക്കറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേറൊരു വർക്ക് ഉണ്ട്, T.S. എലിയറ്റിൻ്റെതാണ്, മർഡർ ഇൻ ദി കത്തീഡ്രൽ. T.S. എലിയറ്റ് wrote about St. Thomas Becket in his play Murder in the Cathedral. Murder in the Cathedral ഒരു പ്ലേ ആണ്, സെയിൻറ്റ് തോമസ് ബെക്കറ്റിനെ കുറിച്ചിട്ട് T.S. എലിയറ്റ് എഴുതിയതാണ്. കാൻറ്റർബറി ടെയിൽസിലേക്ക് പ്രൊലോഗിൽ ഏപ്രിൽ വെച്ചിട്ടാണ് ചോസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഗിനിങ് ഓഫ് സ്പ്രിങ് ആയിട്ടുള്ള ഏപ്രിൽ മന്തിനെ കുറിച്ചിട്ടാണ് ചോസർ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേപോലെ ഏപ്രിൽ വെച്ച് തുടങ്ങിയ വേറൊരു വർക്ക് ഉണ്ട്, T.S. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ്. ഏതൊക്കെയോ എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഏപ്രിൽ വെച്ച് തുടങ്ങിയിട്ടുള്ള വർക്ക്സ്. അപ്പോൾ T.S. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് ഉണ്ട്, കാൻറ്റർബറി ടെയിൽസ് ഉണ്ട്. ഇനി ജോൺ ഡ്രൈഡൻ കാൻറ്റർബറി ടെയിൽസിൻ്റെ ക്യാരക്ടറൈസേഷനെ വിശേഷിപ്പിച്ചത് ഹിയർ ഈസ് ഗോഡ്സ് പ്ലെൻറ്റി എന്നാണ്. ഹിയർ ഈസ് ഗോഡ്സ് പ്ലെൻറ്റി. ജോൺ ഡ്രൈഡൻ അഡ്രസ്സസ് കാൻറ്റർബറി ടെയിൽസ്. കാൻറ്റർബറി ടെയിൽസിലെ ക്യാരക്ടറൈസേഷനെയാണ് അദ്ദേഹം അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, നോട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് നോക്കാം. ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ഇല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഫുള്ളായിട്ടൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് മുന്നിലെ കൊല്ലങ്ങളിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് കാൻറ്റർബറി ടെയിൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും വളരെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ വരുമ്പോൾ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. ചോസർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നൈറ്റാണ് ഹയസ്റ്റ് റാങ്കിങ് ഉള്ള ഒരു ക്യാരക്ടർ, നൈറ്റ്. ഇനി ലവ് കോൺകേഴ്സ് ഓൾ. ലവ് കോൺകേഴ്സ് ഓൾ എന്ന ഇൻസ്ക്രിപ്ഷൻ ഉള്ള ഒരു ഗോൾഡൻ ബ്രൂച്ച് ധരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, പ്രയറസ് ആണ്. ലേഡി മങ്ക് എന്നൊക്കെ പറയാൻ പറ്റുന്നു. മാഡം എഗ്ലൻറ്റൈൻ എന്നാണ് അവരുടെ റിയൽ നെയിം. പ്രയറസ് ഒരു ഐറണി പോലെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്രയറസ്, മാഡം എഗ്ലൻറ്റൈൻ. ലവ് കോൺകേഴ്സ് ഓൾ അത് കണ്ടു കഴിഞ്ഞാൽ പ്രയറസിനെ കുറിച്ചിട്ടാണ്.
ഇനി ഐറണിക്കലി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ക്യാരക്ടർ മങ്കാണ്. മങ്ക് എന്താണ്? ഒരു സന്യാസിയെ പോലുള്ളൊരു മനുഷ്യൻ. ബട്ട് ഹിയർ കാൻറ്റർബറി ടെയിൽസിലെ മങ്ക് ലവ്സ് ഹണ്ടിങ്. ഹോളി ആയിട്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം അത്ര റിലീജിയസ് ഒന്നുമല്ല. അദ്ദേഹത്തിന് ഇഷ്ടം ഹണ്ടിങ് ഒക്കെയാണ്. അപ്പോൾ മങ്കിനെ ഒരു ഐറണി ആയിട്ടാണ് ചോസർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഫ്രയർ. ഫ്രയർ ഒരു ബെഗ് ചെയ്യാൻ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പ്ലേയിങ് വിത്ത് ദ പിറ്റി ഓഫ് പീപ്പിൾ. ബെഗ് ചെയ്ത് നടക്കുന്നതിൻ്റെ ഒരു പിറ്റി ഉണ്ടാവുമല്ലോ, അത് വെച്ച് കളിക്കുന്ന, അത് വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഫ്രയർ. ഡോക്ടർ. ഡോക്ടർ എന്ന് പറയുന്നത് ഹി ഈസ് വെരി ഗ്രീഡി. ഹി ലവ്സ് ഗോൾഡ് വളരെയധികം ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. ബ്ലാക്ക് ഡെത്ത് നിന്ന് ഇൻകം കണ്ടെത്തി ജീവിച്ച ഒരു മനുഷ്യനാണ് ഡോക്ടർ. അത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഡോക്ടർ അദ്ദേഹം ചോസർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് വൈഫ് ഓഫ് ബാത്ത്. ആലിസൺ എന്നാണ് റിയൽ നെയിം. വൈഫ് ഓഫ് ബാത്ത്, മാരീഡ് 5 times. 5th ഹസ്ബൻഡിനാണ് ഇഷ്ടമെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ആൻഡ് പൊസിഷൻ ഓഫ് വിമൻ ഇൻ ദ സൊസൈറ്റി അങ്ങനെയൊക്കെയാണ് ടെയിലിൽ അവർ പറയുന്നത്. വൈഫ് ഓഫ് ബാത്ത് 5 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം ഇഷ്ടമില്ലാതെ ഫിസിക്കലി ഓർ മെൻ്റലി പുരുഷന്മാർ സപ്രൈസ് ചെയ്യുന്നതിനെതിരായിട്ടൊക്കെയാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ഇസ് പാർട്ട്ണർ. വളരെ ഗ്രീഡി ആൻഡ് ഹിപ്പോക്രാറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ദെൻ പാസൺ ഒരു നല്ലൊരു ക്യാരക്ടറാണ്. വളരെ പുവറാണ്, എന്നാലും വളരെ റിലീജിയസ് ആണ്. അതേപോലെ തന്നെ ഹോളി മൈൻഡഡ് ആയിട്ടുള്ള വളരെ വേർച്വസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പാസൻ്റെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, അവരുടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് അത് മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ടെയിൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.